ഈ നാട്ടിൽ അസമാധാനം ഉണ്ടാകുമ്പോൾ, മതവൈര്യം കത്തിക്കയറുമ്പോൾ, ജാതിയും മതവും പറഞ്ഞ മനുഷ്യനെ തമ്മിലടിക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൂതുമായിട്ട് ഇവിടെ മാത്രമല്ല ഏറ്റവും ഒടുവിൽ മഹാനായ പോപ്പിന്റെ അടുത്ത് വരെ എത്തുന്നതിൽ ധൈര്യം കാണിച്ച തങ്ങളാണ് ഇവിടുത്തെ തങ്ങൾ എന്ന് ആർക്കറിയാത്തത്? സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കക്ഷി ചേരുന്നതിന് പകരം അവിടെ സമാധാനത്തിന് നിൽക്കുന്നവർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയാം, അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം തീവ്രവാദത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നത് ഒഴിവാക്കണമെന്ന് പ്രസ്താവനയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചതിപ്രയോഗം ഞാൻ ആലോചിച്ചു. ചതിയന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞാണല്ലോ, അത് ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തിന് തന്നെ സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിയായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ പാർട്ടി സ്ഥാനാർത്ഥി പറഞ്ഞു, വലിയ ചതിപ്രയോഗത്തിലൂടെയാണ് എന്നെ തൃശൂരിൽ തോൽപ്പിച്ച് BJPക്ക് പാർലമെന്റിൽ പോകാൻ അവസരം കൊടുത്തത്. തൃശൂർ പൂരം കലക്കി കൊടുത്തിട്ട് അതിന് പറ്റുന്ന ആളുകളെ അവിടെ നിയോഗിച്ച് പൂരം കലക്കി കൊടുത്ത് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കാൻ, നരേന്ദ്രമോദിക്ക് വേണ്ടി, ഫാസിസത്തിന് വേണ്ടി ഒരു അക്കൗണ്ട് തുറക്കാൻ സ്വന്തം ക്യാബിനറ്റിലെ ആളായിരുന്ന ആളെ ചതിച്ചു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആൾ ആ ചതിപ്രയോഗം മുഖ്യമന്ത്രി ചതിയുടെ വഞ്ചനയുടെ കഥകൾ പറഞ്ഞാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് കഥകൾ അങ്ങയുടെ പാർട്ടി സഖാക്കൾക്ക് അങ്ങനെക്കുറിച്ച് പറയാനുണ്ടാകും. അവർ അത് പറയില്ല. പക്ഷെ സ്വന്തം പാർട്ടിയിൽ പോലും അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങൾ ഓരോന്നും